നല്ല പരിപാടിയിൽ മാത്രമല്ല ഞാൻ പങ്കെടുക്കുള്ളൂ. അതെ അതെ. അത് നല്ല പരിപാടിന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു തുണി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ തുണി നല്ലതാണോ ചീത്തയാണോ, അതിന് കീറിയിട്ടുണ്ടോ, അതിന്റെ ഇഴ കീറി പരിശോധിച്ച് ഒരു 5-6 മണിക്കൂർ അവിടെ നിന്ന് നല്ലതാണോ എന്ന് നോക്കിയിട്ടേ ഞാൻ എടുക്കുള്ളൂ. അതുപോലെ പച്ചക്കറി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഓടിച്ചെന്നിങ്ങനെ മേടിക്കൂല. ഞാൻ ഓരോ സാധനവും എടുത്ത് നോക്കി പുയ്ത്തതാണോ മണത്തതാണോ ചീഞ്ഞതാണോ എന്നൊക്കെ നോക്കി നല്ലതാണോ എന്നൊക്കെ നോക്കി വെണ്ടക്കയുടെ തുമ്പ് വരെ ഓടിച്ചു നോക്കി മൂത്തതാണോ നോക്കിയിട്ടൊക്കെ ഞാൻ മേടിക്കുള്ളൂ. 2-3 മണിക്കൂർ ഞാൻ അവിടെ ചെലവഴിക്കും. അതെന്താന്ന് വെച്ചാൽ കല്യാണത്തിന് പറ്റിയ അബദ്ധം എനിക്ക് പിന്നെ പറ്റരുത്, അതുകൊണ്ടാണ്. അപ്പൊ ഇനി കഥ വായിക്കട്ടെ. 3 കഥ ചേർത്ത ഒറ്റ കഥയാണ്, ശ്രദ്ധിച്ചോ. അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു മകനെ SI ആക്കണമെന്ന്. മകൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നു. എന്നാൽ അച്ഛനെ തല്ലിയ ഗുണ്ടയെ തിരിച്ച് ആക്രമിക്കേണ്ടി വന്നതിനാൽ SI ആവുക എന്ന സ്വപ്നം ഇല്ലാണ്ടാവുന്നു. തുടർന്ന് നായകൻ അമ്മാവനായ കരിംചന്ദിന്റെ ഡിറ്റക്റ്റീവ് ഏജൻസി ഏറ്റെടുത്ത് അത് നടത്തിക്കൊണ്ടുപോകുന്നു. മണ്ടത്തരങ്ങളിലൂടെ പ്രമാദമായ പല കേസുകളും തെളിയിക്കുന്നു. അങ്ങനെ സഹദേവൻ പ്രശസ്തനായ ഒരു CID ആയി മാറുന്നു. നാട്ടിലെ എല്ലാവരും ഇങ്ങനെ ഒരു രക്ഷകൻ ഉള്ളത് തിരിച്ചറിയുന്നു. അയാൾ തൻ്റെ പേര് ബസ്സിൻ്റെ ഒരു സൈഡിൽ എഴുതി വയ്ക്കുന്നു. എന്നാൽ മറ്റൊരാൾ നായകന്റെ പേരിൽ നാട്ടിൽ അതിക്രമങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഒടുവിൽ ഒരു പള്ളിപ്പെരുന്നാളിൽ വെച്ച് വില്ലനെ തോൽപ്പിച്ച് താനാണ് യഥാർത്ഥ സൂപ്പർ ഹീറോ എന്ന് അയാൾ തെളിയിക്കുന്നു. നല്ല കഥയാണ്. ആലോചിച്ച് തിരഞ്ഞെടുത്ത് ആദ്യം കാവ്യ പറയൂ. കാവ്യക്കാണ് അവസരം. കിരീടം, CID മൂസ, മിന്നൽ മുരളി. ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. അടിപൊളി. മനസ്സിലായിരുന്നോ സിനിമകള്? മനസ്സിലായിണ്ടായിരുന്നു, പക്ഷെ മിന്നൽ മുരളി തന്നെയാണോ എന്ന് സംശയം. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? കാവ്യ എന്തായാലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്തയാൾക്ക് ചാൻസ് വേണ്ടേ? കഥ വേണ്ടേ? ഒന്ന് നോക്കാലോ. കേട്ടോ. കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഒരു കോളനി ഒഴിപ്പിക്കാൻ എത്തിയതാണ് നായകൻ. പക്ഷേ അവിടെ അവന് നേരിടാൻ ഉണ്ടായത് റാവുത്തർ, ഇരുമ്പ് ജോൺ, കണ്ണൻ ശ്രാങ്ക് തുടങ്ങിയ ഒരു കൂട്ടം ഗുണ്ടകളെയായിരുന്നു. പക്ഷേ അവിചാരിതമായി അവൻ ഒരു പെണ്ണ് കാണൽ ചടങ്ങിൽ എത്തിപ്പെട്ടു. ചായയുമായി എത്തിയ ആ ഉയരം കുറഞ്ഞ പെൺകുട്ടി അവനെ കൂനൻ കൂനൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. വിഷമത്തോടെ അവൻ അവിടെ നിന്നും ഇറങ്ങിയ വിമൽ കുമാർ തൻ്റെ ടെലിഫോൺ ബൂത്തിൽ എത്തിച്ചേരുന്നു. ടെലിഫോൺ ബൂത്തിൽ നിന്നും ഹോസ്റ്റൽ വാർഡനെ വിളിക്കുന്ന നായകനോട് വാർഡൻ കമ്പിളിപ്പുതപ്പ് കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്നു. പക്ഷെ നായകൻ അത് കേൾക്കുന്നില്ല. അടിപൊളി കഥ. ആദ്യത്തത് വിയറ്റ്നാം കോളനി, പിന്നെ രണ്ടാമത് വന്നത് ആ ഭാഗം എന്ന് പറയൂ. കഥയിൽ തന്നെ ഒരു ക്ലൂ ഉണ്ടായിരുന്നു. കുഞ്ഞിക്കൂനൻ. രണ്ടാമത് കുഞ്ഞിക്കൂനായിരുന്നു. മൂന്നാമത് റാംജി റോസ്ലി. അയ്യോ, രണ്ടുപേരും ഉത്തരം പറഞ്ഞല്ലോ താത്ത. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. താത്ത ഒരു കുസൃതി ചോദ്യം ചോദിക്കണേ. അപ്പൊ അറിയാലോ ഇതിലാരാ ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന്. രാജമാണിക്യത്തിന്റെ ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ ടൈ ആയ കാരണം താത്ത ഒരു കുസൃതി ചോദ്യം ചോദിക്കും. അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ആൾക്കാർക്കും ചാൻസ്. ആയിക്കോട്ടെ, ചോദിക്കട്ടെ. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്, ശരിയല്ലേ? അതെ. പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? ശ്രദ്ധിച്ച് കേൾക്കുക. കൈപൊക്കി പറയേ. ബെല്ലാരി രാജ്. ബെല്ലാരി രാജ്. അടുത്ത ആൾ പറഞ്ഞു. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്, പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? അയ്യോ, അതിലാരാ നായകൻ എനിക്ക് അറിയില്ല. എന്റെ ക്ലൂ മനസ്സിലായ? ക്ലൂ മനസ്സിലായി. പക്ഷേ സിനിമയിലെ നായകൻ ആരാന്നാ ചോദിച്ചത്. അറിയാവുന്നവര് പറഞ്ഞു. മോഹൻലാലാണ്, പക്ഷേ സിനിമയിലെ നായകൻ. നിങ്ങൾക്ക് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ funsupon@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക.